നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകനെതിരെ കള്ളക്കേസ് എടുത്തിട്ടും കുലുക്കമില്ലാതെ പത്രപ്രവർത്തക യൂണിയനുകൾ. പത്രപ്രവർത്തക യൂണിയൻ സ്വന്തം മെമ്പർമാരെ പിന്തുണയ്ക്കാൻ പോലും കഴിവില്ലാത്തവരായി മാറുന്നത് സമൂഹത്തിന് ഹാനികരവും ഫോർത്ത് എസ്റ്റേറ്റ് സങ്കല്പങ്ങൾക്ക് നിരക്കാത്തതുമാണ്. പുതുതലമുറ മാധ്യമപ്രവർത്തനത്തെ പറ്റി ഇതൊന്നുമായിരിക്കില്ല ഉൾവലിക്കുന്നത്. വക്കീലന്മാരുമായുള്ള വിഷയത്തിൽ വളരെ കാര്യഗൗരവമായ ഇടപെടലുകൾ യൂണിയൻ നടത്തിയിട്ടുണ്ടോ എന്നതുവരെ സംശയകരമാണ്. ജനം ടി വി ജേർണലിസ്റ്റ് ഉമേഷ് ഇടപ്പാവൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടും ഒന്നും ഉരിയാടാതെ KUWJ നേതാക്കൾ. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കേണ്ട സമയം പ്രതികരിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്ന നാലാം തൂണാണ് മാധ്യമ സംഘടനകൾ. ഉമേഷിന്റെ കേസിൽ പ്രതികരിച്ചില്ലെങ്കിലും ചില സെലക്ടീവ് വിഷയങ്ങളിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചിട്ടുണ്ട്. സ്വന്തം സംഘടനയിൽപ്പെട്ട ഒരു യുവ റിപ്പോർട്ടർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭയത്താൽ തൊഴിൽ ചെയ്യാനാവാത്ത അവസ്ഥയാണ് ഉമേഷിന്. എല്ലാം കണ്ടും കേട്ടും KUWJ നേതാക്കൾക്ക് എത്ര കാലം ഇരിക്കാൻ കഴിയും? ഇങ്ങനെ വന്നാൽ മാധ്യമപ്രവർത്തനങ്ങളിലേക്ക് യുവതലമുറ എത്താതെയാകും. ശബരിമല നട ചവിട്ടി ദർശനം നടത്താനെത്തിയ യുവതികൾക്കെതിരെ ഭക്തർ നടത്തിയ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു CG ഉമേഷ്. ഈ സംഭവത്തിൽ ഉമേഷ് സ്ത്രീയെ ആക്രമിച്ചു എന്ന് കാട്ടിയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കേസിന് ആധാരമായ വാർത്ത ലൈവായി പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിൽ ഉമേഷ് സ്ത്രീയെ ആക്രമിക്കുന്നതായി ദൃശ്യമില്ല. പ്രതിഷേധത്തിലല്ല ഉമേഷ് പങ്കെടുത്തതെന്ന് വ്യക്തമാണ്. പക്ഷേ കോടതിയിൽ ഉമേഷിനെയും പ്രതി ചേർത്താണ് രേഖകൾ നൽകിയിരിക്കുന്നത്. ഇതോടെ കോടതി പ്രതിയെ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചതായാണ് അറിയുന്നത്. ഈ പഴുതിൽ ഉമേഷിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടന്നതായി വിവരങ്ങളുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് പൊതുസമൂഹം നന്നായി ചർച്ച ചെയ്താൽ മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്ന യാതനകളും കള്ളക്കേസുകളും ജനങ്ങൾ എളുപ്പം മനസ്സിലാകില്ല. സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ ജനപിന്തുണയാണ് ശബരിമല വിഷയത്തിൽ കിട്ടിയത്. അക്കാലത്തെ ജനം TV വാർത്ത കാണാൻ വിശ്വാസികൾ ഉറക്കമിളച്ച് കാത്തിരുന്ന നിരവധി സംഭവങ്ങളുമുണ്ട്. KUWJയിലെ മുതിർന്ന അംഗങ്ങൾ തന്നെ പറയുന്നത് ഉമേഷിനെതിരെ എടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന് തന്നെയാണ്. ഇത് പറഞ്ഞ പത്തനംതിട്ട SP പ്രസ് ക്ലബ് ഭാരവാഹികൾ സമീപിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ കാര്യം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ വന്ന പ്രസ് ക്ലബ് നേതാവിനെ വണ്ടി വരെ തടഞ്ഞുവെച്ച ചരിത്രമുണ്ട് പത്തനംതിട്ടയിൽ. മുതിർന്ന രാഷ്ട്രീയക്കാർ ഇടപെട്ടാണ് ഇതൊക്കെ പരിഹരിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നത്? കാരണം ഒന്നു മാത്രമേയുള്ളൂ. യൂണിയൻ എന്ന നിലയിൽ സംഘടിച്ചു നിൽക്കാനും ശക്തമായി പ്രതികരിക്കാനും കഴിയുന്നില്ല. പ്രതികരണങ്ങൾ സെലക്റ്റീവ് ആകുന്നു. അത് മറ്റുള്ളവർ മുതലെടുക്കുന്നു. പൊതുജനങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന വാർത്തകൾ നിയമാനുസൃതമായ ചട്ടക്കൂട്ടിൽ നിന്ന് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് മാധ്യമപ്രവർത്തകന്റെ ധർമ്മം. ഇതൊക്കെ KUWJ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഒരു മീറ്റിംഗ് കൂടി 2 വരി പ്രസ്താവന പോലും അവർ പുറത്തിറക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തില്ല. സ്വന്തം സംഘടനയിലെ അംഗത്തിനെതിരെ കള്ളക്കേസ് ചമച്ചിട്ടും പ്രതിഷേധിക്കാൻ കഴിയാത്തവർ പിന്നെ നാട്ടുകാരുടെ അവകാശങ്ങളും നീതി നിഷേധങ്ങളും എങ്ങനെ ആത്മാർത്ഥമായ മാധ്യമ വിചാരണത്തിന് വയ്ക്കും? വർഗ സംരക്ഷണം നിലനിൽപ്പിന്റെ വിഷയമാണ്. സംഘടനകളിലെ ബന്ധപ്പെട്ടവർ പ്രതികരിക്കണം. മാധ്യമപ്രവർത്തനം ഒട്ടും സ്വതന്ത്രമല്ലെന്ന വിലയിരുത്തലിനെ ഊട്ടിയുറപ്പിക്കുന്ന സംഭവമാക്കിയ ശത്രുക്കൾക്ക് മാധ്യമപ്രവർത്തകരെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കരുത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.